ആർക്കും നമ്മുടെ അടുത്ത് എന്തും പറയാം, എങ്ങനെയും ബിഹേവ് ചെയ്യാം, അത് അവരുടെ ഇഷ്ടം അല്ലേ. പക്ഷെ നമ്മളതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. നോബഡി ഈസ് അലൗഡ് ടു ഡിസ്റെസ്പെക്റ്റ് മീ ട്വൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതായിട്ട് ആരും യോജിക്കണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ് മേക്സ് ദം തിങ്ക്. ഞാൻ കേട്ടായിരുന്നു അങ്ങനെ പറയുന്നത്. അത് കറക്റ്റ്. പക്ഷേ ഇഫ് അതേഴ്സ് ഡു ഹാം ടു യു, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് തത്വമസി എന്നൊരു കൺസെപ്റ്റുമായിട്ട് എനിക്ക് റെസൊനേഷൻ ഫീൽ ചെയ്തു. വേഴ്സസ് ഇല്ല, പ്ലസ് ആണ്. പ്ലസ് ഓക്കെ. പൈങ്കിളിയാണെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ പ്രണയം പൈങ്കിളിയാണെന്നാണ്. നൗ ദാറ്റ് ദർ ഇസ് എ മാൻ ഇൻ മൈ ലൈഫ്, ഐ ഡോണ്ട് ഹാവ് ടു ബി ദ മാൻ. സംതിങ് റിലേറ്റഡ് ടു നാസ. ഈ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഫോർമുല ഫോർ വാട്ട് ഈസ് ഐ ഈക്വൽസ് ലൈഫ്. വാട്ട് ഈസ് ലൈഫ്? നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ നമ്മൾ അടിച്ചമർത്താതിരുന്നാൽ മതി. ഹലോ എവ്രി വൺ, വെൽക്കം ടു റീൽ ടു റിയൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു യു ദ റീഡർ ഹൂ ഈസ് ഓൾസോ ഐ എന്ന് പറഞ്ഞ്, ഹ്യൂമൻ ബീങ്സ് ആർ ന്യൂറോൺസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ്, ഐൻസ്റ്റീൻ്റെ E=mc² എന്ന കിഡിലം ഇക്വേഷന് സ്പിരിച്വലി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ലെന കുമാർ. ഹലോ മാം, ഷോയിലേക്ക് സ്വാഗതം. ഹായ്, നമസ്കാരം. എന്താണ് അല്ലാത്തത്? ഓൺടർപ്രീനറാണ്, ആക്ട്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, അവാർഡ് വിന്നിങ് ആക്ട്രസ്സാണ്, അതുപോലെ തന്നെ ഓഥറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എല്ലാത്തിലും മികച്ചതായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ജേർണിയിൽ നിന്ന് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, എങ്ങനെയൊക്കെ മാം? ഒരു നല്ലൊരു കോംബോ ആണ് ആക്ടർ വേഴ്സസ് ആസ്ട്രോനോട്ട്. വേഴ്സസ് ഇല്ല, പ്ലസ് ആണ്. പ്ലസ് ഓക്കെ. നമ്മൾ ഇമ്പം കൂടിയിട്ടുണ്ട് നന്നായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു കോംബോ എങ്ങനെ ഇപ്പോൾ ആസ്വദിക്കും? ആ കോംബോ തുടക്കത്തിൽ മാത്രമേ നമുക്ക് ആ ഡിഫറൻസസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആക്ച്വലി ആഫ്റ്റർ 1.5 years ഓഫ് മാരേജ് ഞങ്ങൾ മിക്സായി. അതാണ് ഞാൻ പറഞ്ഞൊരു പ്ലസ്സായി. എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഇപ്പോൾ സ്പേസിനെ കുറിച്ചും അവരുടെ ലോകത്തിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല അറിവായി. നമ്മുടെ ഇൻഡസ്ട്രിയെ പറ്റിയും ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു പേഴ്സൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അദ്ദേഹത്തിനും നല്ലൊരു ക്ലാരിറ്റി ആയി. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമുക്കൊരു വാല്യൂ അഡീഷൻ വന്നു ലൈഫിൽ കംപ്ലീറ്റ്ലി രണ്ടുപേർക്കും. ഓക്കെ, നോർമലി നമ്മളിപ്പോൾ ഒരു ടൂർ അല്ലെങ്കിൽ വെക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ US UK അങ്ങനെയൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല മാം US പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് തോന്നി. സംതിങ് റിലേറ്റഡ് ടു നാസ ആ ലൈഫ് അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഞാൻ 10 മാസം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശാന്ത് ഏട്ടൻ 1 year കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും ഇപ്പോൾ ഈ മാസം. ഭയങ്കര രസമായിരുന്നു. നാസ ഹ്യൂസ്റ്റൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേയും. നാസ സന്ദർശിക്കാൻ പറ്റി. വളരെ അതായത് ഡീറ്റെയിൽ സ്പെഷ്യൽ ടൂർ കിട്ടി, ഇൻസൈഡേഴ്സ് ടൂർ കിട്ടി. ശരിക്കും അന്തം പിടിക്കുന്ന രീതിയിലുള്ള അറിവും കാഴ്ചകളുമാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വാസ്റ്റാണ് എല്ലാം. അതുപോലെ ഒരു US ലൈഫ്, ഒരു 1 year US ജീവിച്ചതിൻ്റെ ആ ലൈഫ് ആസ്വദിക്കാൻ പറ്റി. സോ ഇറ്റ്സ് ബീൻ നൈസ്. ഇറ്റ് വാസ് ഓൾസോ ലൈക്ക് എ വെരി ലോങ് എക്സ്റ്റെൻഡഡ് ഹണിമൂൺ. സോ ഒരു 10 month ലോങ് ഹണിമൂൺ ആയിരുന്നു ഇൻ ദ US. ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തു. ഞങ്ങൾ നല്ലൊരു രസമുള്ളൊരു കാലിഫോർണിയ റോഡ് ട്രിപ്പ് ചെയ്തു. കുറേ നല്ല സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു. അത്യാവശ്യം ഇറ്റ് വാസ് ഫൺ. അതിനെ ഏറ്റവും രസകരമാക്കിയത് ഇത്രയും വർഷമായിട്ട് വല്ലപ്പോഴും കുക്ക് ചെയ്തിരുന്ന ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് 3 meals കുക്ക് ചെയ്യും. അതും കുറേ വിഭവങ്ങളുള്ള മീൽസ്. ആൻഡ് ബിക്കോസ് അവർക്ക് ഇപ്പോൾ ആസ്ട്രോനോട്ട് ട്രെയിനിങ്ങിന് അവരുടെ ഹെൽത്തിനും ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഈസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ വളരെ സ്പെസിഫിക് ആണ് ന്യൂട്രീഷനൊക്കെ. അപ്പോൾ അങ്ങനെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള മീൽസ് കുക്ക് ചെയ്യാൻ പഠിച്ചു. സോ ദാറ്റ് വാസ് ഫൺ. ആൻഡ് പ്രശാന്ത് ഏട്ടൻ ഇസ് എ ബിഗ് ഫുഡി. സോ വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ഫുഡ്. നമ്മൾ അധികം പുറത്ത് ഫുഡ് കുറച്ചൊക്കെ ട്രൈ ചെയ്തെങ്കിലും ഹോം ഫുഡായിരുന്നു നമ്മുടെ ഒരു വലിയ ബോണ്ടിങ്ങിൻ്റെ പാർട്ട്. ഭഗവാനെ, നന്നായി. അതായത് ആരും എന്തായാലും പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേക്കാം, ഇവിടെ ഒരാൾ ന്യൂട്രീഷ്യസ് എന്ന് പറയുന്ന അണ്ടർലൈൻ ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫാമിലിയിൽ കഴിക്കുന്ന ആളെടുത്ത് ഞാൻ വന്ന ഉടനെ ആദ്യം ചോദിച്ചാൽ മാം മാസ വേണമെന്നാണ്.
കംപ്ലീറ്റ്ലി സോഫ്റ്റ് ഡ്രിങ്ക്സും ഷുഗറി സബ്സ്റ്റൻസസ് കട്ട് ചെയ്തിരിക്കുകയാണ്. സോറി. അതായത് ഞാൻ വിചാരിച്ചു ഒരു ഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, ഞങ്ങൾ എന്തായാലും ഒരു സ്നാക്ക്. ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കഴിച്ചിട്ടാ വന്നത്. അപ്പോൾ മീൽ ടൈമിങ്സ് കീപ്പ് ചെയ്യുന്നതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് ശരിയാ, കറക്റ്റ് സമയത്ത് കഴിക്കാൻ. എക്സാക്ട്ലി ഒരു 1-ഉം 1:30 ഇടയിൽ ലഞ്ച് കഴിക്കും, 5:30-ക്കും 6:30 ഇടയിൽ ഡിന്നർ കഴിക്കും. അങ്ങനെയൊക്കെ പതിവുകളൊക്കെ ആയിട്ട് നല്ല ചിട്ടയോടുകൂടെ ജീവിതം പോകുന്നു. ഞാൻ ഭാഗ്യവതിയാണ്, കാരണം ഇപ്പോൾ കോപ്പി ഇല്ല. ഇത് പഴയ കോപ്പീസിൽ ബുക്ക് ഇറങ്ങിയ സമയത്ത് ഓട്ടോഗ്രാഫ് ചെയ്ത കോപ്പി കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അത് ഇപ്പം ഇതല്ല കേട്ടോ ബുക്ക്, ഇപ്പം നല്ല പുതിയ വേറെ കവറൊക്കെ വന്നു. എനിക്കൊന്ന് പെൻഗ്വിൻ പബ്ലിഷ് ചെയ്തപ്പോൾ കവർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു ഭയങ്കര സ്റ്റൈലൈസ്ഡ് കവറാണ് വന്നിട്ടുള്ളത്. പിന്നെ DC ബുക്സിൻ്റെ കവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവറാണ്. അത് ശരിക്കുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. വിനായക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്ത ഒരു ഫോട്ടോ ആണ്. അത് റിഫ്ലക്ഷനാണ് ഒരു ഗ്ലാസ്സിൽ. അത് സ്പിറ്റി വാലിയിൽ വെച്ച് ഒരു മൊണാസ്ട്രിക്ക് അകത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അതും ഞാൻ പക്ഷേ ഒരു അങ്ങനെ തോന്നിയില്ല കേട്ടോ, പക്ഷെ അടിപൊളി ബ്യൂട്ടിഫുൾ മൊണാസ്ട്രിക്കുള്ളിലുള്ള ഒരു ഫോട്ടോ ആണ്. ഓക്കെ. അപ്പോൾ ഈ ബുക്കിനകത്ത് ഞാൻ തുടക്കത്തിൽ നമുക്ക് കിട്ടുമ്പോൾ വായിക്കും ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായിക്കും തോറും ഇതിൻ്റെ ഇൻസൈറ്റ്സ് കൂടി വരും. ഞാൻ ഫസ്റ്റ് റീഡിങ്ങിൽ എനിക്ക് തോന്നിയ കാര്യമല്ല സെക്കൻഡ് റീഡിങ്ങിൽ, തേർഡ് റീഡിങ് ഇറ്റ്സ് ലൈക്ക് റീഡിങ് സ്ക്രിപ്ചേഴ്സ്. നമ്മൾ ഭഗവത്ഗീത വായിക്കുന്ന പോലെ ഭഗവത്ഗീതയ്ക്ക് നമ്മൾ ഒരു ശ്ലോകം വായിച്ച് ഒരു അർത്ഥം കിട്ടും, സമാധാനത്തിൽ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ വീണ്ടും വായിച്ചാൽ വീണ്ടും ഡെപ്തിലോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോണ പോലെയാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഇതിൻ്റെ കൂടെ കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് എന്നെ അട്രാക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. നോർമലി നമ്മൾ പറയും ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു യു മൈ ലവ്, അല്ലെങ്കിൽ മൈ ഡിയർ, അല്ലെങ്കിൽ ഗോഡ്, ഹൂർ ഇറ്റ് ഈസ്, മദർ, ഫാദർ, റീഡർ, എവറിത്തിങ്. അത് ഞാനും തന്നെയാണ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അതിൽ തത്വമസി എന്നൊരു കൺസെപ്റ്റുമായിട്ട് എനിക്ക് റെസൊനേഷൻ ഫീൽ ചെയ്തു. സോ വാട്ട് വാസ് യുവർ, അത് എന്തായിരുന്നു അങ്ങനെ ഒരു ലൈൻ കൊടുക്കാനുള്ള? ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു യു ദ റീഡർ ഹു ഈസ് ഓൾസോ ഐ എന്ന് പറയുന്നത്, ഈ ഐ എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ എക്സ്പ്ലോറേഷനാണല്ലോ ഈ ബുക്ക് കംപ്ലീറ്റ്ലി. അപ്പോൾ ആ ഒരു കൗതുകം ടൈറ്റിൽ മുതൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, എല്ലാവരും എന്ന് ചോദിക്കും. പിന്നെ ഉള്ളിൽ വീണ്ടും ഈ പറഞ്ഞ ഈ ഡെഡിക്കേഷൻ, ഇതിലൊക്കെ ഒരു സസ്പെൻസ് ക്രിയേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയതും അത് യാഥാർത്ഥ്യമായതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ വായിക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നൊരു സെൻറ്റൻസാണത്. ഹൂ ഈസ് ഓൾസോ ഐ, വാട്ട് ഡു യു മീൻ? ഈ ബുക്ക് വായിച്ചു വരുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ക്ലിയർ വാട്ട് ഐ മീൻ. അതുപോലെ ഈ തത്വമസി എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലും അതിൻ്റെ ഈ ഡെഡിക്കേഷനുമാണ്. ദ ബുക്ക് is actually a very simple 5 steps to practical steps to self-realization. പക്ഷേ സ്പിരിച്വാലിറ്റി എപ്പോഴും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പലവർക്കും മൈൻഡിന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ്, എനിക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു, എൻ്റെ ലൈഫിൽ ഏത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് മോർ ഈസി ടു റീഡ്. പക്ഷേ ഈ റീഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല വേറെ ഇൻസൈറ്റ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് ആ ബുക്കിൻ്റെ കോണ്ടൻറ്റിൻ്റെ ഉണ്ട്. അതിനേക്കാൾ ഉപരി വായിക്കുന്ന ആൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ആദ്യം വായിച്ച ആളല്ല രണ്ടാമത് വായിക്കുന്നത്, അല്ല മൂന്നാമത് വായിക്കുന്നത്. ദാറ്റ് മീൻസ് യു ആർ ട്രാൻസ്ഫോമിങ് ആൻഡ് ദാറ്റ് ഈസ് വൈ ദ മീനിങ് ഇസ് ചേഞ്ചിങ്. മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ. കറക്റ്റാണ് കേട്ടോ, കാരണം പല മോഡ്സിലൂടെ പോകുമ്പോൾ വളരെ കറക്റ്റ്. ആദ്യം വായിച്ച ആള് മാറി എന്നർത്ഥം. എല്ലാവർക്കും അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും മാറ്റം സംഭവിക്കാനുണ്ട്. യു ആർ എ ഫാസ്റ്റ് ചേഞ്ച്, ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഉള്ള ആളായതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ പുതിയ അർത്ഥം മനസ്സിലാവുന്നത്. വായിക്കുന്ന ആൾ മാറിയതുകൊണ്ടാണ്. സോ കൺഗ്രാറ്റുലേഷൻ. ഞാൻ അന്ന് മുതലേ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരിക്കൽ എനിക്കൊരു അവസരം കിട്ടുകയാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യാനോ, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബുക്കോടുകൂടി വന്നിട്ട് കാര്യം ചോദിക്കുമെന്ന് അന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ സംഭവം എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കണമെന്ന്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് ന്യൂറോൺസ് ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര വലിയ കൺസെപ്റ്റാണ്. ന്യൂറോൺസേ ഒരു സെല്ലാണ്. അപ്പോൾ ആ നമ്മൾ വലിയ ഹ്യൂമൻ ബീങ്ങിനെ കുഞ്ഞ് സെല്ലായിട്ട് അത് ചെയ്യാണ്. ഇതൊക്കെ എങ്ങനെ പറ്റി? ഇത് ഈ ഇൻസൈറ്റ് എവിടെ നിന്ന് കിട്ടിയത്? അത് ഒരു ഇമേജറി തോന്നുന്നതാണ്. ഒരു കാര്യം എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിയാതാവുമ്പോൾ സ്പിരിച്വാലിറ്റി കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലാംഗ്വേജിൽ. അപ്പോൾ നമ്മൾ കുറേ വേർഡ് പിക്ചേഴ്സും കുറേ ആ ഒരു എക്സ്പീരിയൻസ് വായനക്കാരിൽ
ക്രിയേറ്റ് ചെയ്താലേ അവരത് ഇമാജിൻ ചെയ്ത ഞാൻ ഉദ്ദേശിക്കുന്ന ആ അർത്ഥത്തിലോട്ട് എത്തുള്ളൂ. അപ്പോൾ കുറേ വേർഡ് പിക്ചേഴ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ബുക്ക്. അതിൽ ഈ ഹ്യൂമൻ ബീങ്സ് ആർ ന്യൂറോൺസ് ഓഫ് ദി എർത്ത് എന്ന് പറയാൻ കാരണം നമ്മൾ ബ്രെയിൻ സെൽസിനെ പോലെയാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത് ഓൺ ദ പ്ലാനറ്റ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമ്മൾ പ്ലാനറ്റിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരുടെയും കൂടെ ചിന്തകൾ, ലൈക്ക് ഓൾ ദ ന്യൂറോൺസ് ടുഗെദർ മേക്ക് ദ ബ്രെയിൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ചിന്തകളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ വേൾഡ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മളെല്ലാവരും മൃഗങ്ങളൊന്നും ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല ലോകം കാണുന്നത്. അവർ ഭൂമിയാണ് കാണുന്നത്. ലോകം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യൻ്റെയാണ്. അതായത് ഇങ്ങനൊരു ലോകമുണ്ട്, ഇവിടെ സമയമുണ്ട്, ടൈമിന് നോക്കാനായിട്ട് ക്ലോക്കുണ്ട്. ഇത് വേറെ മൃഗങ്ങൾക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ അവർ അവരുടെ ടൈമിംഗ് അനുസരിച്ച് അവർ ജീവിക്കുന്നു. ദാറ്റ്സ് വൈ ടൈം ആൻഡ് ടൈമിംഗ് ആർ ഡിഫറൻസ് എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതിയിട്ടുള്ള പോർഷൻ അതാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് ലോകം മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് മനസ്സുകൊണ്ട്. അപ്പോൾ ആ ലോകം സൃഷ്ടിക്കുന്ന മനസ്സിൻ്റെ ഓരോ ന്യൂറോണാണ്, ആ ബ്രെയിനിൻ്റെ ഓരോ ന്യൂറോണാണ് ഓരോ മനുഷ്യനെന്ന് പറയുന്ന പോലെ ഈ ലോകത്തിൻ്റെ ആ ഒരു ബിഹൈൻഡ് ഇറ്റ് ഒരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഓരോരുത്തരുടെയും തോട്ട്സാണ്. ഓക്കെ. സോ ഓൾ ദ 4 year olds ഔട്ട് ദെയർ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കും. അത് തെളിയിച്ചു കഴിഞ്ഞു. 4 വയസ്സ് തോന്നിയ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ വേൾഡ് ആൻഡ് എർത്ത് എന്നുള്ള ഡിഫറൻസ്, അച്ഛനോട് ചോദിച്ച ഡിഫറൻസിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞു. നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ 1 വയസ്സ് തോന്നിയാലും 2 വയസ്സ് തോന്നിയാലും 4 വയസ്സ് തോന്നിയാലും യു വിൽ ഗെറ്റ്. നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ നമ്മൾ അടിച്ചമർത്താതിരുന്നാൽ മതി. ബിക്കോസ് നമ്മളെപ്പോഴും ചെയ്യുന്നത്, കുട്ടിക്കാലത്ത് ഒരുപാട് ചോദ്യങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ. ഇതെന്താ, അതെന്താ, ഇതെന്താ, ഇങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ്ലി ചോദ്യങ്ങൾ ചോദിച്ച് ഏതോ ഒരു ഏജിൽ നമ്മളത് നിർത്തും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും നമുക്ക് എല്ലാം അറിയാമെന്ന്. അവിടെയാണ് മണ്ടത്തരത്തിൻ്റെ തുടക്കം. വളരെ കറക്റ്റാണ്. അപ്പോൾ നമ്മളതിനെ വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഈഗോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കാം. ഇനി ലാസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയാൻ ലാസ്റ്റ് കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. E=mc², നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇക്വേഷൻ കാരണം പണ്ടാരടങ്ങിയതാണ്. ഓരോ എന്താ പറയുക ഫിസിക്സിൻ്റെ ഓരോന്നും ചെയ്ത് തല പുകച്ചതാണ്. അതിന് എനർജി ഈസ് ഈക്വൽ ടു കോൺഷ്യസ്നെസ്സിനായിട്ട് റിലേറ്റ് ചെയ്ത് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും എങ്ങനെയാണ് കിട്ടിയത്? സാധാരണ നമ്മളിപ്പോൾ E=mc² എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞു ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് ദ വേൾഡ്. അപ്പോൾ ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ E=mc² ഹീസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ വാട്ട് എനർജി ഈസ് ആൻഡ് ഹീസ് സെയിങ് ഇറ്റ് ഈസ് മാസ് ഇൻ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ്? വാട്ട് ഈസ് ദാറ്റ്? ഹൗ ഡസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ് അപ്പിയർ? ലൈക്ക് അത് ശരിക്കും എന്താണ്? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ലേ ദ സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ്. ഇറ്റ് ഈസ് നോട്ട് ഓഫ് നമുക്ക് ആക്ച്വലി പ്രാക്ടിക്കലി മനുഷ്യനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ഇറ്റ് ഈസ് കോൺഷ്യസ്നെസ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ് ഇസ് സോ ഫാസ്റ്റ്, ഇറ്റ് ഇസ് പ്യുവർ കോൺഷ്യസ്നെസ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദറ്റ് യു ക്യാൻ ഹാവ് എനർജി, ശക്തി, ആൻഡ് യു ക്യാൻ ഹാവ് എ ബോഡി, ആൻഡ് ദറ്റ് C² ഈസ് ദാറ്റ് കോൺഷ്യസ്നെസ് വിച്ച് ഇസ് റണ്ണിങ് ദ സോഫ്റ്റ്വെയർ ഓഫ് ദിസ് ബോഡി ആൻഡ് ആക്ച്വലി റണ്ണിങ് ദി എനർജി ആൻഡ് ഇറ്റ്സ് കൺട്രോളിങ് ദി എനർജി. അപ്പോൾ ഇതൊക്കെ കുറച്ച് എസോട്ടറിക് ആയിട്ടുള്ള തോട്ട്സാണ്. ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. അത് വേറൊരാളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. ഇത് ഞാൻ ദിസ് ഈസ് എ ട്രൂത്ത് ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് എന്നല്ല പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് വൺ ഓഫ് മൈ പോയിൻറ്റ്സ് ഓഫ് വ്യൂ. എൻ്റെ ഒരു പെർസെപ്ഷൻ മാത്രമാണ്. എല്ലാവരും അവരവരുടെ പെർസെപ്ഷനിൽ ജീവിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചല്ലോ, അതെന്താ അങ്ങനെ? അപ്പോൾ ആ ചിന്തയുടെ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് വളർച്ചയുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതായിട്ട് ആരും യോജിക്കണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ് മേക്സ് ദം തിങ്ക്. സോ ഇൻ ദാറ്റ് തിങ്കിങ് അവർ എന്തോ ഒരു വളർച്ച സംഭവിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് സ്പിരിച്വാലിറ്റി. അത് ഇങ്ങനെ തോന്നാൻ കാരണം എനിക്കത് ഒരു സംശയം ഉണ്ടായിരുന്നൊരു മണ്ടത്തനാവോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ. കുഴപ്പമില്ല, ഇനി ട്രോള് കിട്ടിയാലും കുഴപ്പമില്ല, ചോദിക്കാം. എനിക്ക് അത്രയ്ക്ക് ക്യൂരിയസ് ആയിരുന്നു ചോദിക്കണമെന്ന്. എവറിത്തിങ് ഈസ് എനർജി എന്നാണ് ഇന്ന് നമ്മൾ ലോകം പൊക്കോണ്ടിരിക്കുന്നത്. നാനോ ഫിസിക്സിലോട്ടാണ് പോകണം, വലിയ ചെറുതിലോട്ടാണ് പോകണം. അപ്പോൾ എവറിത്തിങ് ഈസ് എനർജി. അപ്പോൾ എനർജി എന്താണ്? നമ്മുടെ എനർജി എവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണോ അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ് ഇല്ലാതെ എങ്ങനെയാണ് എനർജി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക? എക്സാക്ട്ലി, അത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ വന്നു. ഈ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഫോർമുല ഫോർ വാട്ട് ഈസ് ഐ ഈക്വൽസ് ലൈഫ്. വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ ആൾക്കാർ വീണ്ടും കൺഫ്യൂസ്ഡ് ആവുകയാണ്. സോ ലൈഫ് ഇസ് കോൺഷ്യസ് എനർജി. കോൺഷ്യസ് എനർജി ഇസ് ലൈഫ്.
ലൈഫ് എന്ന് പറയുന്നത് എനർജിയാണ്, പക്ഷെ ഫുള്ളി കോൺഷ്യസ് ആണ്. ഇപ്പോൾ ഈ ലൈറ്റ്സ് ബൾബ്സും ഫാൻസൊക്കെ കറങ്ങുന്ന ഇലക്ട്രിസിറ്റിയിലാണ്. അത് കോൺഷ്യസ് അല്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് നോ വാട്ട് ഇറ്റ് ഇസ് ഡൂയിങ്. ദ എനർജി ഇസ് ജസ്റ്റ് ഫ്ലോയിങ് ത്രൂ ദാറ്റ്. എന്ത് കണക്ട് ചെയ്താലും അത് പ്രവർത്തിക്കും. പക്ഷെ കോൺഷ്യസ് എനർജി ഇസ് ദാറ്റ് എനർജി വിച്ച് ഹാസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, വിച്ച് ഹാസ് എ പ്രോസസ്. അതാണ് ലൈഫ്. അപ്പോൾ ഇഫ് യു ടേക്ക് ഇ ആൻഡ് യു ടേക്ക് ദ സി സ്ക്വയർഡ്, പിന്നെ വാട്ട് യു ഹാവ് മാസ്. ദാറ്റ് ഇസ് ദ ബോഡി. ബ്യൂട്ടിഫുൾ, സീരിയസ്ലി. എന്തായാലും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ആ ലേമാന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ. അതും വലിയൊരു കാര്യമാണ്. വെറുതെ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി വേണമെങ്കിൽ മനസ്സിലാക്കുന്നതല്ലോ, പറഞ്ഞു തരാനും അത് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അത്രമാത്രം അത് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ നോട്ടഡ് ആണ് ശരിക്കും ആ ഒരു പർട്ടിക്കുലർ എനർജി ആയിട്ട്. ഓക്കെ മാം. അപ്പം ഞാനിതിനകത്ത് കുറച്ച് ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം, ആ സ്റ്റേറ്റ്മെൻറ്റ്സിനോടുള്ള പ്രതികരണം മാത്രം. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ പ്രണയം പൈങ്കിളിയാണ് എന്ന് പറയാൻ ഞാൻ കേട്ടായിരുന്നു അങ്ങനെ പറയുന്നത്. പ്രണയം പൈങ്കിളിയാണെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ പ്രണയം പൈങ്കിളിയാണെന്നാണ്. ഓക്കെ, വളരെ പൈങ്കിളി പ്രണയം. അതായത് ഭയങ്കര ഈ പ്രണയം ഭയങ്കര സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ബുദ്ധിജീവിതരവും വലിയ അറിവും ഇതൊന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെനെവർ യു ഫോൾ ഇൻ ലവ് യു ലൂസ് ഓൾ ലോജിക്, യു ഹാവ് നോ റീസൺ. നമ്മൾ കുട്ടികളെ പോലെ ആവും. നമ്മൾ ഭയങ്കര ആഹ്ലാദം നമ്മുടെ ഉള്ളിൽ പൊട്ടി വരുന്നത് ഇറ്റ്സ് ബിക്കോസ് യു ആർ ലൂസിങ് ദറ്റ് ഈഗോ. ആ ഈഗോ നമ്മൾ ആരോ ആണ് എന്തോ ആണ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയില്ല. പ്രണയം ഇസ് എ ലോസ് ഓഫ് ഓൾ സെൻസ് ഓഫ് ഈഗോ. നമ്മൾ വളരെ നിഷ്കളങ്കമായി മാറുന്ന കുറച്ച് നിമിഷങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രണയം പൈങ്കിളിയാണ്. ബാക്കിയുള്ളവരുടെ പ്രണയം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് 2-3 തവണ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് നമ്മുടെ സ്പിരിറ്റ് മൂവിക്കകത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യണില്ലേ, ആ കുട്ടീൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന പോലീസ് ഓഫീസറിൻ്റെ ഭയങ്കര ബോൾഡ്നെസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഞാൻ ദൂരെ നിന്ന് പറയും, ഈശ്വര എന്ത് ചോദ്യം ചോദിക്കണം എനിക്കറിയത്തില്ല. എനിക്ക് തന്നെ സ്കെയറിയാണ് ചില സമയത്ത്. അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറയും, അത് ഞാൻ എന്ത് ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടോ, ചാൻസ് ഉണ്ടോ, അത് നീ അങ്ങനെ ചിന്തിക്കണം, ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ കാണുന്ന ആ ഫസ്റ്റ് മൊമെന്റ് ഇറ്റ് സെൽഫ് യു ആർ സോ ഫെമിനിൻ. നമ്മളല്ലേ ഗ്രേസ്ഫുൾ എന്ന് പറയില്ലേ, ഗ്രേസ്ഫുൾ ആയിട്ട് ഫെമിനിൻ എനർജി ഇങ്ങനെ ഒഴുകണ പോലെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സോ ഇറ്റ്സ് എ റിയൽ ട്രാൻസ്ഫോർമേഷൻ, ഗുഡ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ പോലും ആഗ്രഹിക്കാറുണ്ട് ചില സമയത്ത് എനിക്കിങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് ഇങ്ങനെ വളരെ ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നു. അതെ, ഗ്രേസ് വരുന്നത് ഐ തിങ്ക് ഇസ് ഫ്രം എ സ്റ്റേറ്റ് ഓഫ് കംഫർട്ട് വിത്ത് വൺ സെൽഫ് ആൻഡ് വിത്ത് ദ വേൾഡ്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ നൗ ദാറ്റ് ദർ ഇസ് എ മാൻ ഇൻ മൈ ലൈഫ്, ഐ ഡോണ്ട് ഹാവ് ടു ബി ദ മാൻ. മറ്റേത് നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വളരെ ഒരു വാൾ ഇടുന്നുണ്ട്. ആ വാളാണ് മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്തുന്നത്. എന്ന് വെച്ചാൽ അധികം അടുക്കണ്ട, അവർ പേടിച്ചിട്ട് അയ്യോ വേണ്ട ലെനയുടെ അടുത്ത് അടുക്കണ്ട. അത് ഞാൻ പേടിച്ചിട്ടാണ് ആ വാൾ ഇടുന്നത്. കറക്റ്റ്. ബിക്കോസ് എ സിംഗിൾ വുമൺ ഈസ് ഓൾവേസ് ഗാർഡഡ് ആൻഡ് അത് ഭയങ്കര ഒരു ഹാർഡ് എക്സ്റ്റീരിയറായി മാറും. അത് ഐ തിങ്ക് ഇസ് വൺ ഓഫ് ദ സൈഡ് ഇഫക്ട്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ദറ്റ് വിമൻ ആർ ഫേസിങ് ടുഡേ. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ വേൾഡിൽ ഈക്വൽസ് ആയിട്ട് ജീവിക്കാനൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ഫെമിനിറ്റി ലൂസ് ചെയ്യുന്നുണ്ട്. സോ ഓൾസോ ദാറ്റ് ആൻഡ് ഓൾസോ ഏജ്. With age, I think women become more and more graceful if they take it nicely. And also, of course, the presence of the man in your life. Okay. So sweet. Okay. ഞാൻ പറഞ്ഞ പോലെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിക്കുകയാണ്. ഓക്കെ. മൈ പ്രോബ്ലം ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ഈവൻ ദോ അതേഴ്സ് ഡു ഹാം ടു മീ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ. യോജിക്കുന്നുണ്ടോ? എൻ്റെ പ്രോബ്ലംസ് എല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത്. അത് കറക്റ്റ്. പക്ഷേ ഇഫ് അതേഴ്സ് ഡു ഹാം ടു യു ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യു. ഓക്കെ, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏത് കാര്യവും, സന്തോഷമായാലും സങ്കടമായാലും എനിത്തിങ് എൻ്റെ ലൈഫായിട്ട് ബന്ധമുണ്ടെങ്കിൽ, എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഇൻ വാട്ട് വേ? ഇൻ ഹൗ ഐ റെസ്പോണ്ട് ടു ഇറ്റ്, നോട്ട് റിയാക്ട് ടു ഇറ്റ്, റെസ്പോണ്ട്. റിയാക്ഷൻ എപ്പോഴും ആക്ഷൻ റിയാക്ഷനാണ്, അതായത് ടിറ്റ് ഫോർ ടാറ്റ് ആണ്. പക്ഷേ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴാണ് റെസ്പോൺസ്. ദ വേർഡ് ഇസ് ദാറ്റ്. Wow. How do you have a response to something? Because you take a responsibility for your life. ആർക്കും നമ്മുടെ അടുത്ത് എന്തും പറയാം, എങ്ങനെയും ബിഹേവ് ചെയ്യാം, അത് അവരുടെ ഇഷ്ടം.
അല്ലേ? പക്ഷെ നമ്മളതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ ഐ ഹാവ് എ റൂൾ, നോബഡി ഈസ് അലൗഡ് ടു ഡിസ്റെസ്പെക്ട് മീ ട്വൈസ്. ദേ ക്യാൻ ഡിസ്റെസ്പെക്ട് മീ വൺസ്, but they should never see me again. I will never see that person again, because somebody who is disrespectful does not deserve my time. That's true. Wow, beautiful. That is my response to that. എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഓൺ ദ സ്പോട്ട് ഞാൻ കയറി അവരായിട്ട് വഴക്ക് കൂടുക ഒന്നുമില്ല. ബിക്കോസ് എനിക്കറിയാം ഈ ഒരു പ്രാവശ്യമല്ലേ പോട്ടെ, വൺ ടൈം എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാം, ബട്ട് യു വിൽ നെവർ ഡു ദാറ്റ് അഗെയിൻ, ബിക്കോസ് ഐ വിൽ നോട്ട് ഗിവ് യു ദ ചാൻസ്. Right. നൗ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അതർ പേഴ്സൺ. അവരുടെ സ്വഭാവം മാറ്റാൻ നമുക്ക് പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടെ റെസ്പോൺസ് മാറ്റാം. റിയാക്ട് ചെയ്യാനാണെങ്കിൽ ഒരാൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, ഉടനെ നമ്മൾ കയറി ചോദിച്ചു ഞാൻ ആരാണെന്ന് മനസ്സിലായോ, ആരോടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദേ ആർ റിയാക്ടിങ് ടു ദാറ്റ് ബിഹേവിയർ. ഞാനെന്നും ഇങ്ങനെ ആയിരുന്നില്ല ലൈഫിലിങ്ങനെ നമ്മൾ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ് അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മളൊരു റിഫൈൻമെൻറ്റിലെത്തുന്നതാണ് റെസ്പോൺസ്. റിയാക്ഷൻ എല്ലാവർക്കും നാച്ചുറലാണ്. ഒരാളൊരു ചെകിടത്ത് അടിച്ചാൽ നമുക്ക് തിരിച്ചയാളുടെ ചെകിടത്ത് നമുക്ക് കൊടുക്കാൻ തോന്നും, അതാണ് റിയാക്ഷൻ. വേറസ് ചെകിടത്തൊരു അടി കിട്ടി നമ്മളവിടെ സ്റ്റില്ലായിട്ട് നിന്നാൽ ആക്ച്വലി അയാൾ പേടിക്കും, ബിക്കോസ് ഓ മൈ ഗോഡ് ആ നോർമൽ റിയാക്ഷൻ ഇല്ല. ആൻഡ് ദാറ്റ് കംസ് ഫ്രം സെൽഫ് റിയലൈസേഷൻ. വാവ്, എന്തൊരാശ്വാസം. കാരണം ഇത് ചില ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഇല്ല നിൻ്റെ, നമ്മൾ പറയാറില്ല പലപ്പോഴും ആൾക്കാരെ ബ്ലെയിം ചെയ്യും, നിൻ്റെ ഇത് കൊണ്ടാണ് ഇങ്ങനെ. നമ്മളെപ്പോൾ ബ്ലെയിം ചെയ്യുന്നോ നമ്മളപ്പോൾ വിക്റ്റിമാവും. അതെ, ബ്ലെയിം എന്ന് പറഞ്ഞ വാക്ക് വന്നാൽ നമ്മൾ വിക്റ്റിമായി. ബിക്കോസ് ഓഫ് ദം ദിസ് ഹാപ്പൻ ടു മീ എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് പവർഫുൾ. അവർക്ക് തീരുമാനിക്കാം വാട്ട് വിൽ ഹാപ്പൻ ടു യു, ദെൻ യു ആർ എ വിക്റ്റിം. ഇഫ് യു ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്, then you have freedom. That's true. Okay, നല്ല എക്സ്പ്ലനേഷൻ. തലയ്ക്കകത്ത് നിർവ്വാണം കിട്ടിയിരുന്നു, എൻലൈറ്റ്മെൻറ്റ് വന്നു, ബുദ്ധനൊക്കെ തലക്കടി കിട്ടുന്ന പോലെ. ഓക്കെ.